LD5 ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് മലേഷ്യൻ റെഡാണ്. 30/7 ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇപ്പോൾ 30/9 എന്നാക്കി. ശരിക്കും 2 മാസം കൊണ്ട് LD5 ഈ വളർച്ച ഒരു ബ്രാഞ്ച് ഇത്ര വലുതായിട്ടുണ്ട്. LD5 ഇപ്പോൾ ഇന്നലെ ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇത് ലാക്ക് ഇറ്റാലിയൻ എന്നുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ജംബോ റെഡ് ഗ്രാഫ്റ്റ് ചെയ്ത് അത് ഇത്രയായി. പുതിയൊരു ബ്രാഞ്ച് വന്നു ജംബോ റെഡിന്. പിന്നെ ചെയ്തത് ഇതാണ് ഇസ്രേലി യെല്ലോ. അതും ഇത്രയായി. അതിൻ്റെ ഒരു പുതിയൊരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്തത്. ഇവിടെ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിവിടെ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അവിടെ അത് യെല്ലോ ആണ്, ഇസ്രേലി യെല്ലോ. അത് ഇത്ര ബ്രാഞ്ച് ഇത്രയായിട്ടുണ്ട്. 2 ബ്രാഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇത് S9. ഇത് 5/7/25 ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇന്നിപ്പോൾ 30/9/25 അപ്പോൾ ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുതിയൊരു ബ്രാഞ്ച് ഇപ്പോൾ വന്നിട്ടുണ്ട്. S9 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഏകദേശം സീഡ്ലെസ് മുന്തിരിയുടെ ടേസ്റ്റുള്ളൊരു വെറൈറ്റിയാണ്. ഇവിടെ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് H14. ഇതും 7-ാം മാസം ചെയ്താണ്. 22/7 ചെയ്തതാണ്. ഇതിന് പുതിയൊരു ബ്രാഞ്ച് ഫുൾ നല്ല ലെങ്ത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഡെസർട്ട് അല്ല, ഇത് ഡാർക്ക് സ്റ്റാറാണ്. അത് ഡാർക്ക് സ്റ്റാർ. ഇത് 10/9/25 ചെയ്താണ്. ഇത് പെട്ടെന്ന് ഏകദേശം ഇന്നിപ്പം 1 മാസം കൊണ്ട് തന്നെ അത് പിടിച്ചിട്ടുണ്ട്. 1 മാസമായിട്ടുള്ളത്. 1 മാസമാകും. അപ്പോൾ ഇത് പുതിയ ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഡാർക്ക് സ്റ്റാർ. തായ്വാൻ പിങ്ക് ഇത് ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്താണ്. പുതിയ ബ്രാഞ്ചൊക്കെ വന്നു. ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്തതെല്ലാം തായ്വാൻ പിങ്ക് തന്നെ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് വേറൊരു വെറൈറ്റി ആയിരുന്നു. ഇതിലൊരു ബ്രാൻഡ് അറിയാത്തൊരു വെറൈറ്റി ആയിരുന്നു. അത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ട് അത് ഫ്രൂട്ട് ഒന്നും നല്ലതായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ ബ്രാഞ്ചുകളും ഞാൻ തായ്വാൻ പിങ്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നാണ് ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തത്. ഇതിൻ്റെ റിസൾട്ട് കാണിച്ചാൽ പിന്നെ ഇത് ജയിൻ്റ് പലോറ. അതെ വേറെ ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്തത് വേറെ പുതിയ ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ജയിൻ്റ് പലോറ. ഇവിടെ സാധാരണ അതിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്ത് വെച്ച് ഗ്രാഫ്റ്റ് ചെയ്താണ്. ജയിൻ്റ് പലോറ ബ്രാഞ്ച് ഇതിൻ്റെ ആ ഫ്രണ്ട് തുള്ളി നിൽക്കുന്ന ഭാഗം മാത്രം എടുത്തിട്ട് പീസ് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇത്രയായിട്ടുണ്ട്. ഗ്രാഫ്റ്റിങ് പിടിച്ചിട്ട് ഇത്ര ഹെൽത്ത് വന്നിട്ടുണ്ട്. ഇത് H14 ആണ്. അത് ഇതുവരെ പിടിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇത് വരാനുണ്ട്. അതിൻ്റെ ബ്രാഞ്ചസ് വന്നിട്ടില്ല. പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേറെ വെറൈറ്റി. ഇത് ഇസ്രേലി യെല്ലോ ആണ്. ഇതിവിടെ ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇസ്രേലി യെല്ലോ. ഇത് നല്ല ഫ്രൂട്ടായിരുന്നില്ല, അതുകൊണ്ട് മാറ്റിയത്. ഇതൊക്കെ ആമസോണിൽ നിന്ന് മുമ്പ് മേടിച്ചതാണ്. ആദ്യമേ മേടിച്ചതായിരുന്നു. അതിനൊക്കെ ഫ്രൂട്ട് മോശമായതുകൊണ്ട് അതിനൊക്കെ മാറ്റി വേറെ നല്ല വെറൈറ്റികൾ പിടിപ്പിച്ചിരിക്കുന്നത് പിടിച്ചു വന്നിട്ടുണ്ട്. ഇത് മൈബൂ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞ് ഇതുവരെ ഈ ഒരു മുള്ളിൽ മാത്രമേ ഉള്ളൂ ബ്രാഞ്ച്. ഈ ഒരു മുള്ളാണ് അതിൻ്റെ. ഈ മുള്ളാണ് ഈ ഒരു മുള്ളിൽ മാത്രമേ ഉള്ളൂ. ഈ മുള്ളിൽ ബ്രാഞ്ച് വരണം. ഇനി ഏറ്റവും മുള്ളിനാണ്. നല്ല വില കൊടുത്ത് മേടിച്ചാണ്. അത് മൈബോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത് ഇതുവരെ ആയിട്ടില്ല, മുള വന്നിട്ടില്ല. ഇപ്പോൾ 1 മാസം കഴിഞ്ഞ് ഏകദേശം. ഇത് LD5 ആണ്. ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്താണ്. 2 ബ്രാഞ്ച് വന്നിട്ടുണ്ടായിരുന്നു LD5.
അതാണ് ഗ്രാഫ്റ്റിങ്. 2 ബ്രാഞ്ച് വന്നു. അതുപോലെ തന്നെ ഇത് ക്യൂൺ ഓഫ് ദ മോർണിംഗ് ആണ്. നമ്മൾ 3 ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ക്യൂൺ ഓഫ് ദ മോർണിംഗ് 3 ബ്രാഞ്ച് വന്നു. ഇത് താങ് ഹോപ്പോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. താങ് ഹോപ്പോ അത് വേറെ രീതിയിൽ ക്രാഫ്റ്റ് ചെയ്താണ്. കാരണം പുതിയൊരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. താങ് ഹോപ്പോ 2 എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഇതാണ് എൻ്റെ ഇത് മോർണിംഗ് ക്യൂൺ ഓഫ് ദ മോർണിംഗ് ക്രാഫ്റ്റ് ചെയ്തത് ഇവിടെയാണ്. കേട്ടോ, ഈ ക്രാഫ്റ്റിംഗ് ആണ്. അതിൽ 3 ബ്രാഞ്ചസ് വന്നു. ഇത് തായ്വാൻ പിങ്ക് തന്നെയാണ്. അതും പുതിയ ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഇത് യെല്ലോ ആണ്. ഇസ്രേലി യെല്ലോ ആണ്. ഇത് ഇസ്രേലി യെല്ലോ ആണ്. അത് പുതിയ ബ്രാഞ്ച് ഇത്ര വീട്ടിൽ പുതിയ ബ്രാഞ്ച് വരുന്നുണ്ട്. ഇത് എക്വഡോർ പലോറയുടെ ഗ്രാഫ്റ്റ് ചെയ്താണ്. അതെന്താ പുതിയ ഒരു വരുന്നുണ്ട്. എക്വഡോർ പലോറ